കാണുന്നില്ല. വരുന്നേ. ആ ഇവിടെ വേറെ എവിടെ പോവാൻ? ആ മാമ എഴുതക്കടി. മാമൻ ഇരി. എന്താ ഇവിടെ ഇരിക്കണേ? ഒന്നുമില്ല, ഇരിക്കേ ഇരിക്കേ. അയ്യോ മാമ ഇങ്ങോട്ട് നോക്കിയേ. എന്തിനാ അങ്ങോട്ട് നോക്കുന്നത്? ഇങ്ങോട്ട് നോക്കൂ മാമ. ഞാൻ നിന്നെ തന്നെ നോക്കണത്. ആണോ? എനിക്ക് രണ്ടുപേരെ നോക്കാനുള്ള കഴിവുണ്ടടാ. ആ, രണ്ടുപേരെ ഒരേ സമയം നോക്കാനുള്ള കഴിവുണ്ട്. അത് ഞങ്ങൾക്ക് പിടികിട്ടി. മാമാ ഞങ്ങളെല്ലാം അറിഞ്ഞു. വിളിച്ചിട്ടൊരു കാര്യമില്ല. അപ്പോ ഞങ്ങളോട് പറയായിരുന്നു, പെട്ടെന്ന് അറിഞ്ഞപ്പോ ഒരു ഷോക്കായി. നീ മിണ്ടരുത്, നീ കൊച്ചു കുഞ്ഞാ, ഞങ്ങള് വലിയൊരു ഇടപെട്ടോളാം. അപ്പൊ നിങ്ങളെല്ലാം അറിഞ്ഞ? നിങ്ങൾ അറിഞ്ഞ പ്രശ്നമാകുമെന്ന് വിചാരിച്ചാണ് ഞാൻ വെളിയിൽ പറയാത്തത്. അപ്പൊ ഒന്നും ഒരു പ്രശ്നമേ അല്ല. അതെ, എന്താ അവന്റെ പേര്? അരുൺ. നല്ല പേരല്ലേ? നല്ല പേരല്ല, ലക്ഷ്മണൻ ഇരുന്നായിരുന്നു കുറച്ചുകൂടെ നല്ലത്. രാമനും ലക്ഷ്മണനും. അത് അവന്റെ അമ്മ ഇട്ടതല്ലേ? അവന്റെ അമ്മ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. കാണാൻ എങ്ങനെയാ? സുന്ദരി. അയ്യോടാ, ചുമ്മാതല്ല. എന്തായാലും മാമാ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പാസ്റ്റ് പാസ്റ്റ് എന്നാണല്ലോ, സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ച്. ഇനി ഇത് പരിഹരിച്ചെടുക്കണ്ടേ? അതെ, അത് തന്നെ. പിന്നെ പരിഹരിച്ചെടുക്കണം. സത്യം പറയാനുണ്ടല്ലോ മാമ, അവനെ ഒന്ന് ഇങ്ങോട്ട് വിളിക്കാവോ? എനിക്കവനെ കൺകുളിർക്ക കാണണമെന്നൊരാഗ്രഹം. ആ അത് തന്നെ. ഒന്ന് വിളിക്കാവോ? അവൻ ഇങ്ങനെയൊക്കെ ആയതിന്റെ ഉത്തരവാദിത്വം നമുക്കാണല്ലോ. അപ്പൊ അവന്റെ ലൈഫ് ഇനിയും കഷ്ടപ്പാടുള്ളതാവരുത്, നമുക്ക് പരിഹരിച്ചെടുക്കണം. അപ്പൊ മാമ ഒരു കാര്യം ചെയ്യും. പക്ഷേ രാമൻ പ്രശ്നം ചിലപ്പോ ഉണ്ടാക്കും. അത് പ്രശ്നമല്ല, അത് നമുക്ക് പറഞ്ഞു തീർക്കാം. അല്ല മാമ, ഈ അരുൺ ഒരു മൂടേ ഉള്ളോ? ഒന്നേ ഉള്ളൂ. അതെന്താ ഒന്നായി പോയത്? അത് മാമ സമയം കിട്ടി കാണൂല. നീ മിണ്ടരുത്, നീ കൊച്ചു കുഞ്ഞാ, ഞങ്ങള് ചോദിക്കും. എന്നാ വിളിച്ചോണ്ട് വരാല്ലേ? വിളിച്ചോണ്ട് വരാം. ഞാൻ പോയിട്ട് വരാം. എന്തൊരു ശുഷ്കാന്തി. കള്ള ചിരിയുണ്ടോ? എന്നാൽ ഈ മനുഷ്യ ഈ ഒരു രഹസ്യം കൊണ്ടാണ് ഇത്രയും കാലം നീറി കഴിഞ്ഞെന്ന് ആലോചിക്കുമ്പോഴാണ്. പിന്നെ എന്തൊരു കഴിവല്ലേ. ഇനി വേറെ എന്തൊക്കെ കാണാനിരിക്കുന്ന. മണിക്കുട്ടോ, മണിക്കുട്ടാ, ഇങ്ങോട്ട് വാ. എനിക്ക് പെട്ടെന്ന് പോകണം. കിട്ടാളൊക്കെ കിട്ടിയാൽ ഞാൻ പെട്ടെന്ന് പൊയ്ക്കോളാം. എന്തോന്ന് കിട്ടാനുള്ളത് കിട്ടിയ പെട്ടെന്ന് പൊക്കോളാന്ന്? എന്തോന്ന് കിട്ടാൻ? അല്ല, അത് ഞങ്ങളുടെ സ്വത്ത്. അയ്യോ, മാമന്റെ വീതം ചോദിച്ചു. വീതം അതൊക്കെ ഞങ്ങളുടെ എന്തിനാ പറയുന്നത്? അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളെ അടുത്ത് ഇരിക്കില്ല, അങ്ങോട്ട് ചോദിക്കുക. എന്തോ വേണമെന്ന് വെച്ചാൽ ചോദിച്ചാൽ മാമ തരും. എനിക്ക് ആശുപത്രിയിലും വർക്ക്ഷോപ്പിലും കൂടെ 8,000 രൂപ, 2,500 രൂപ മാമൻ തന്നു. ബാക്കി നിങ്ങൾ തരാണെങ്കിൽ ഞാൻ പൊയ്ക്കോളാം. അല്ല, അതങ്ങനെ കൊടുക്കുക എന്ന് വെച്ചാല് പിന്നെ എന്തോന്നപ്പോ പറയണേ? എന്തോന്ന് കൊടുക്കേ? ഒന്ന് തെളിച്ചു പറ. നിങ്ങളല്ലേ പറഞ്ഞു ഇവനെ വിളിച്ചോണ്ട് വന്ന സംഭവം സോൾവ് ചെയ്യാന്ന്. അല്ല, ഈ എന്തോ സംഭവമാണ് നമ്മൾ ഉദ്ദേശിച്ച സംഭവം? എന്തോ സംഭവം? പ്രശ്നം എന്താ? അതെ നിങ്ങളെ, അതെ എന്താണ്? അതെ, ഞാൻ രാവിലെ ഷാപ്പിലോട്ടൊന്ന് പോയതാ അടിക്കാൻ. അവിടെ ചെന്നപ്പോ അമ്മ ഒറ്റയ്ക്ക് ഇരുന്ന് അടിച്ചോണ്ടിരിക്കുന്നു. അപ്പൊ എന്റെ കൂടെ കമ്പനി കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ ഒരു കമ്പനി കൊടുത്തു. 2 അകത്ത് ചെന്നപ്പം അങ്ങേർക്ക് എന്നെ തല്ലണം. പിന്നെ അങ്ങോട്ട് തല്ലോട് തല്ലായിരുന്നു. അല്ല, അപ്പൊ ഓടി രക്ഷപ്പെട്ടൂടെ? ഞാൻ ഓടി രക്ഷപ്പെടാൻ വേണ്ടി വണ്ടി കയറിയപ്പോ എന്നെ വണ്ടിയോട് വെള്ളത്തിൽ തള്ളിയിട്ടു. മാമാ, ഇതാണല്ലേ രാവിലെ മുതൽ കുടി നിർത്തി എല്ലാരെയും കണ്ട് വിളിച്ച് പറഞ്ഞോണ്ടിരുന്നത്? മാമാ, എന്റെ പൈസ നീ തന്നാ ഞാൻ പോകായിരുന്നു. പൈസ തന്നാല് പോകായിരുന്നു. കൊടുക്കുമോ? നിങ്ങളല്ലേ പറഞ്ഞ ഇവനെ വിളിച്ചോണ്ട് വന്ന പ്രശ്നം സോൾവ് ചെയ്യാന്ന്. അല്ല, എന്ന് വെച്ച് അല്ല, അതിനു വേണ്ടിയുള്ള പരിക്കൊന്നും ഇല്ലല്ലോ. പറഞ്ഞല്ലോ, അതിനു വേണ്ടിയുള്ള 8,000 രൂപയുടെ പരിക്കൊന്നും ഇല്ല. എനിക്ക് ഇത്ര പറ്റുള്ളൂ. നിങ്ങൾക്ക് പൈസ തരാൻ പറ്റില്ലെങ്കിൽ എനിക്ക് വാങ്ങിക്കാൻ അറിയാം. ഓ, ഭീഷണിയാ? അല്ലേ, ഒരു SIയുടെ വീട്ടിൽ കയറിയാണോടാ നീ ഭീഷണി മുഴക്കുന്നേ? ഇതെന്റെ അമ്മാവനാ. ഇങ്ങനെ ഭീഷണിപ്പെടുത്തി കാശ് വാങ്ങിച്ചോണ്ട് വന്ന ഒറ്റ. ഒരു കാര്യം പറയട്ടെ. അതെ, പോലീസുകാരെ കൊണ്ടൊക്കെ ഇടപെടുത്തിച്ച് കഴിഞ്ഞാലേ ഇവിടെ വേറെ ചെക്കന്മാരെ കയറി ഇറങ്ങി മേയും. ഇതെങ്ങനെയെങ്കിലും പൈസ കൊടുത്തങ്ങ് ഒതുക്കിയേരെ, അതാ നല്ലത്. അതിപ്പം ബാക്കി ബാലൻസ് പൈസ വേണമല്ലേ? നമ്പർ
പെങ്ങളെ നമ്പർ നോട്ട് ചെയ്യ്. പെണ്ണെടുത്ത് നമ്പർ ഒന്നും കാണിക്കണ്ട, നമ്പർ ഇങ്ങോട്ട് തന്നാ മതി. നമ്പർ 8086 8086 55 55 66 66 15. 15. വയ്ക്കോ. അല്ല പൈസ ഇല്ലേ ഞാൻ ഒരു വരെ കൂടെ വരും. എന്റെ പൊന്നു ചേട്ടാ, ചേട്ടൻ പൊയ്ക്കോ, മാമ ഇട്ട് തരും. നീ വേണ്ടരുത്, നീ വയ്ക്കൂ, കാശ് എന്നിട്ട് തരും. ഓ അയച്ചേരി ശരി. ഇത് തന്നെയല്ലേ മാമ ഞാനും പറഞ്ഞേ. അത് നീ പറയണ്ട ഞാൻ പറഞ്ഞോളാം. നീ ആകെ വിട്. എന്റെ മാമ എന്തോന്ന് പണി നിങ്ങൾ കാണിച്ചത്? എന്റെ പൊന്നെ ഞാൻ കൂടി നിർത്തി. നിങ്ങളുടെ കുടികാരനെ ഇവിടെ നിങ്ങളെ പറ്റി ഇവിടെ എന്തൊക്കെ അപരാധങ്ങളാണ് ഉണ്ടായെന്ന് അറിയോ? ഇവിടെ പലരും പറഞ്ഞു പരത്തിയത് എന്റെ ചേട്ടനും പെമ്പ്രോന്നോത്തിയും കൂടെ. ഉണ്ണിയപ്പൂ ഇപ്പൊ വന്നിട്ട് പോയ ചേട്ടനില്ലേ, ആ ചേട്ടൻ അപ്പൂന് അവിഹിതത്തിൽ ഉണ്ടായെന്നാണ് ഇവർ രണ്ടുപേരും കൂടി പറഞ്ഞത്.